നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിന്തകളെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക, ആ ചിന്തകളെ മനസ്സിലായിക്കൊണ്ട് എങ്ങനെയാണ് അതിൽ നിന്നും പുറത്തേക്ക് വരിക. ഇത് അടുത്ത വീഡിയോയിൽ പറയാം എന്ന് പറഞ്ഞിരുന്നു. സോ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചിന്തകളെ എങ്ങനെ മനസ്സിലാക്കാം, മനസ്സിലാക്കിയിരുന്ന നമുക്ക് നല്ല ചിന്തകളെ കൂടെ വയ്ക്കുകയും മോശമായിട്ടുള്ള ചിന്തകളെ എങ്ങനെ വിട്ടുകളയുകയും ചെയ്യാം എന്നുള്ള കാര്യമാണ്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഇത് പ്രാവർത്തികമാക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്താണ്? കുറേ അധികം ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അത് മോശം ചിന്തയാവാം, അല്ലെങ്കിൽ വളരെ നല്ല ചിന്തയാവാം. അപ്പം നല്ല ചിന്തകളാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല അതിന്. കാരണം എന്താ? അതിൻ്റെ റിസൾട്ടും നല്ലതായിരിക്കും. ഇനി ഇത് നേരെ തിരിച്ചാണെങ്കിലാണ് വളരെ ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം വെച്ചാൽ മോശമായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് എങ്കിൽ നമുക്ക് അതൊന്നും പ്രത്യേകിച്ചിട്ട് ഒന്നും തന്നെ കിട്ടാനില്ല. മാത്രമല്ല നമ്മളുടെ ഊർജം വെറുതെ പാഴായി പോകും. കാരണം കുറേ അധികം ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ മറ്റുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ പല 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 ചിന്തകളല്ലേ. നമുക്ക് തന്നെ അറിയില്ല എന്തൊക്കെ ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മോശമായിട്ടുള്ള ചിന്തകളാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുക? സത്യത്തിൽ പറഞ്ഞതിൻ്റെ റിസൾട്ട് കംപ്ലൈൻറ്റ് അല്ലേ. കംപ്ലൈൻറ്റ് വരും നമ്മുടെ ഉള്ളിൽ. അത് ശരിയല്ല, ഇത് ശരിയല്ല, ആ ആൾ ശരിയല്ല, ഈ സാഹചര്യം ശരിയല്ല, കംപ്ലൈൻ്റാണ്. അല്ലെങ്കിലോ ബ്ലെയിം അല്ലേ, ബ്ലെയിം ചെയ്യും, അതായത് സ്വയം ബ്ലെയിം ചെയ്യും. അല്ലെങ്കിലോ മറ്റുള്ള ആളുകളെ ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ. ഇതാണ് ഇത് രണ്ടാമത്തെ ഒരു റിസൾട്ട് ഉണ്ടാവുക. മൂന്നാമതായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം വെച്ചാൽ ജസ്റ്റിഫിക്കേഷനാണ് ഉണ്ടാവുക. അതായത് ഇത് വളരെ സെർട്ടിലായിട്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് തുടങ്ങും നമ്മളുടെ പ്രവൃത്തികളെ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും ഞാൻ ശരിയാണെന്നുള്ള. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ചിന്തകൾ, അതായത് മോശമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ഇതാണല്ലോ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യണത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിലല്ലാതെ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറേ അധികം ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് ചെയ്യേണ്ടത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, നമ്മൾ എന്ത് ചെയ്യുക? ഒരു പെണ്ണെടുക്കുക, അതുപോലെ തന്നെ ഒരു പേപ്പർ എടുക്കുക, വരുന്ന ചിന്തകളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 10 15 മാക്സിമം അത്രയൊക്കെ വരുള്ളൂ. ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല, അതിലും കുറവായിരിക്കും. ആ ചിന്തകളൊക്കെ എഴുതുക. എന്താണ്? ഓക്കെ, ഇന്ന ആളെക്കുറിച്ച് ചിന്ത വരണു, ഇന്ന കാര്യത്തെക്കുറിച്ച് ചിന്ത വരണു. ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10 12 ചിന്തകൾ അല്ലെങ്കിൽ 15 ചിന്തകളുണ്ടാവും. അതിൽ നമ്മളുടെ ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടെങ്കിൽ കണ്ടിന്യൂ, ഒരു കുഴപ്പമില്ല. നമ്മളുടെ ജീവിത വിജയത്തിന് യാതൊരു മൂല്യവും കൂട്ടാത്ത ചിന്തകളാണ് വരുന്നത് എങ്കിൽ, അതാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, എന്താണ് ഡിസസോസിയേഷൻ. ആ ചിന്തകളെ നമ്മൾ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. ഈ മാറ്റിവെക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം ഉണ്ടാവുക? യെസ്, അതാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. എന്താണ്? ജീവിത വിജയം ഉണ്ടാവും. മനസ്സിലാവുക? ജീവിതം വളരെ സന്തോഷമായിട്ട്, വളരെ സമാധാനപരമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത്, വളരെ ആസ്വദിച്ചുകൊണ്ട് അല്ലേ, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ട ഒരു കാര്യം. ഇനിയിപ്പോൾ നമുക്ക് പെന്നും പേപ്പറും ഒന്നും എടുത്തിട്ട് എഴുതാനുള്ള ഒരു സൗകര്യം കിട്ടിയില്ല, നമ്മൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചു, നമ്മൾ ബസ്സിൽ പോകുമ്പോഴാണ് പെട്ടെന്ന് ചിന്തകൾ വരുന്നത്. ഒന്നുമില്ല, നമ്മുടെ കയ്യിലൊക്കെ അല്ലേ, ഈ ആധുനിക യുഗത്തിൽ ഇല്ലാത്തൊരു സാധനം എന്താണ്? മൊബൈൽ എന്ന് പറയുന്ന സാധനം ഇല്ലാതില്ല, എല്ലാവരുടെ കയ്യിലുണ്ട്. എടുക്കുക, ഡിജിറ്റൽ നോട്ട് ടൈപ്പ് ചെയ്ത് വയ്ക്കുക, എന്തൊക്കെയാണ് ചിന്തകൾ, എന്നിട്ടൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഇത് 100% സാധിക്കും. ഇത് സാധിക്കാത്തതായിട്ടുള്ളതല്ല. ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇത് പലവടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല ആളുകളും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, പല പല സാഹചര്യങ്ങളിൽ നിങ്ങൾ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും പുതിയ കാര്യങ്ങളായിട്ടൊന്നും അല്ല ഞാൻ പറയണത്. വീഡിയോ കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം ഓർമ്മ വരാം, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാം.
അതുകൊണ്ട് നിങ്ങളുടെ ജീവിത വിജയത്തിന് എന്തെങ്കിലുമൊക്കെ ഉപകാരം ആവുകയാണെങ്കിൽ ആവട്ടെ. ഇതാണ് ഈ വീഡിയോകളുടെ ഉദ്ദേശം. അപ്പോൾ ഇനിയും നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുമായിരിക്കും. ബൈ.